ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഉമ്മാക്ക് ഒരു ചുരിദാർ എടുക്കാൻ വേണ്ടി പോവാട്ടോ. നട്ടുച്ചക്കൊന്നല്ല ഇറങ്ങിയിട്ടുള്ളത്, ഏകദേശം ഒരു 4 മണിക്കാട്ടോ പോണത്. പക്ഷെ വെയിലിന്റെ ശക്തി കാരണം നമ്മൾ കൊടൊക്കെ ചൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയൊക്കെ കയറി മുണ്ടർമ്പ് ചെന്ന് ഇറങ്ങിട്ടോ. ഉമ്മാന്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടേക്കാട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കോളേജിന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് ഉമ്മാന്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മാന്റെ ഫ്രണ്ട് വരുന്നവരെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് അല്ലറ ചില്ലറ ഫാൻസി ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഉമ്മാന്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഓരോ ചുരിദാർ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടീൽ ബ്ലൂ കളറിലുള്ള ചുരിദാർ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഉമ്മ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉമ്മക്ക് അതിന്റെ ലെങ്ത് കൂടുതലായിരുന്നു കേട്ടോ. അങ്ങനെ 2-3 നോക്കുന്നതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് വെസ്റ്റേൺ ടോപ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പിങ്ക് ഷർട്ടും ഈ ഒരു വൈറ്റ് ഷർട്ടൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ ചുരിദാർ എടുത്തതിന് ശേഷം നേരെ കോട്ടക്കുന്നുക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വെറുതെ കോട്ടക്കുന്നുക്ക് വന്നതല്ല, ഉമ്മാന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന് കൂടാൻ വേണ്ടി വന്നതാണ്. ഉമ്മ എത്തിയപ്പോഴത്തേന് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ സേനുവിനെ എടുത്തുകൊണ്ടാണ് നടന്നത്. പിന്നെ അത് കഴിയാത്തതുകൊണ്ട് സേനുവിനെ നിലത്തിറക്കി ഓനും ഞാനും കൂടി നടന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഏകദേശം എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മുന്നേ 2 പ്രാവശ്യം ഇതേപോലെ ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തിയ ഉടനെ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങ ഉപ്പിലിട്ടതും കുറച്ച് പഴയ കാലത്തെ മിഠായികളൊക്കെ. അങ്ങനെ കിട്ടിയ സ്ഥിതിക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് ഇരുന്നിട്ടും തേനും നടന്നിട്ടും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കലും റീൽസ് ഷൂട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ പോയി ഒരു നെയ്റോസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നെയ്റോസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കണ്ടാൽ പിന്നെ അങ്ങനെയാണല്ലോ. അവിടുന്ന് നേരെ നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയ ഉടനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നേരെ പാത്തുവിനെ കാണാൻ വേണ്ടി പോവാണ്. എന്തിനാ ഈ നേരത്തെ പാത്തുവിനെ കാണാൻ പോകണമെന്നല്ലേ, പാത്തു ലാസിമിന്റെ സ്കൂളിലെ പരിപാടിന്റെ ഇടയിൽ ഫാനിന്റെ ഉള്ളിൽ കൈയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 വിരലിൽ 7 സ്റ്റിച്ച് വീതം ഉണ്ടായിരുന്നു. അപ്പോൾ ഓളെ കാണാൻ പോകാന്ന് വിചാരിച്ചു. അങ്ങനെ പോയി ഓളെ കണ്ടു, ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിയിൽ ഫാൻസിൽ കയറി 2-3 ഐറ്റംസും വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. അതും വാങ്ങി തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.